100% ഒരു കുടുംബചിത്രമാണെന്നും മാത്രമല്ല, ഇപ്പം എനിക്കിങ്ങനെ ഒരു പ്രശ്നം ലൈഫിൽ വരില്ല എന്ന് ചിന്തിക്കുന്നവരാണ് പ്രത്യേകിച്ചും മലയാളികൾ. നമുക്ക് ഒരു 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 ഇൻഷുറൻസ് എടുക്കാം. അതിന് ഞാൻ മരിക്കില്ലല്ലോ, പിന്നെ ഞാൻ എന്തിന് ഇൻഷുറൻസ് എടുക്കുന്നത്? അല്ല, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം, എൻ്റെ കുടുംബജീവിതത്തിൽ ഒരിക്കലും ഒരു അസ്വാരസ്യം ഉണ്ടാകില്ല. നിങ്ങളൊരു ഒരു മെഡിക്കൽ ക്ലെയിം എന്നതിന് എനിക്കങ്ങനെ മാരകരോഗം എനിക്ക് വരില്ലല്ലോ, ബാക്കിയുള്ളവർക്കൊക്കെ വരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരാണ് വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പശ്ചാത്തപിക്കുകയും കേഴ്സ് ചെയ്യുകയും ചെയ്യുന്നത് മലയാളി തന്നെയാണ്. ഞാൻ അന്നേ അത് ചിന്തിക്കേണ്ടതായിരുന്നു, ഞാൻ അന്നേ അങ്ങനെ പെരുമാറേണ്ടതായിരുന്നു, ഞാനിത് മനസ്സിലാക്കേണ്ടതായിരുന്നു. എല്ലാം ലേറ്റ് റിയാക്ഷൻസാണ്. അപ്പം നമുക്ക് ചെയ്യാൻ കഴിവുള്ളത് ഇതെല്ലാം വാർണിങ്സ് കൊടുക്കുകയാണ്. നമ്മളിതെല്ലാം ഇങ്ങനെ വരുമേ, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഇല്ലെങ്കിലും ഏത് നിമിഷവും വരാൻ സാധ്യതയുണ്ട്. നിൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാർക്ക് ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബോധവൽക്കരിച്ചെങ്കിൽ മാത്രമേ ഒരു മലയാളിക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാകത്തില്ല. പണ്ടെല്ലാം നമ്മുടെ കലാസൃഷ്ടികൾ, ഇനി നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും സാഹിത്യമാണെങ്കിലും എല്ലാം ഒരുപാട് വിമർശനങ്ങളായിരുന്നു. നമ്മൾ സമൂഹത്തിൽ നല്ല സമൂഹമുണ്ടാകാൻ, നല്ല പൗരനുണ്ടാകാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, എന്താണ് നമ്മുടെ കുഴപ്പം, അതായിരുന്നു എല്ലാ മെസ്സേജ് എന്ന് ഇവർ പറയുന്നത് മുഴുക്കെ അതായിരുന്നു. പക്ഷേ എവിടെയോ ഒന്ന് പതറിയിട്ടുണ്ട് മലയാളം, പ്രത്യേകിച്ചും കേരളം. എല്ലാം വ്രണപ്പെടുകയാണ്. മനുഷ്യർ എന്നെപ്പറ്റി പറഞ്ഞു, എൻ്റെ ജാതിയെപ്പറ്റി പറഞ്ഞു, മതത്തെപ്പറ്റി പറഞ്ഞു, രാഷ്ട്രീയത്തെപ്പറ്റി പറഞ്ഞു, എൻ്റെ പ്രാദേശികത്വത്തിനെ പറ്റി പറഞ്ഞു, എൻ്റെ തൊഴിലിനെ പറ്റി പറഞ്ഞു. അത് സ്റ്റേ ചെയ്യണം. ഇതെല്ലാം വിമർശനം എന്ന് പറയുന്നത് വളരെ വളരെ കുറവ് മാത്രമേ ഇപ്പോഴുള്ള കലാസൃഷ്ടികൾ ഭയന്നിട്ട് ജനങ്ങളിൽ എത്തപ്പെടാതെ പോകുമോ എന്ന് ഭയന്നിട്ട് എല്ലാവരും തന്നെ 100 പ്രാവശ്യം ചിന്തിച്ചിട്ടാണ്, ആരെങ്കിലും വ്രണപ്പെടുവോ എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചിട്ടാണ്. അതിൻ്റേതായിട്ടുള്ളൊരു സത്ത് കുറഞ്ഞിരിക്കും. ആ ഒരു ദോഷമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കലാകാരനെ വെറുതെ വിടേണ്ട കാലഘട്ടം. അവൻ പറയാനുള്ളത് പറയട്ടെ, അവൻ എഴുതാനുള്ളത് എഴുതട്ടെ. അങ്ങനെയുള്ളൊരു കാലം വന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുള്ളൂ. പക്ഷേ ഈ ഒരു സിനിമയൊക്കെ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വളരെ വല്ലപ്പോഴും കൂടി വരുന്ന കാര്യങ്ങളാണ്, വല്ലപ്പോഴും കൂടി വരുന്ന സിനിമകളാണ്. അത് 100% ആളുകൾ കാണണം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഗംഭീരമായ, ഇത് ബ്ലോക്ക് ബസ്റ്റർ, അത് അടിച്ചുപൊളി, അതൊന്നുമല്ല. ഇതൊരു നല്ല സിനിമയായിരിക്കും. ഇത് നമ്മൾ കാണാൻ ബാധ്യസ്ഥരാണ്, നമ്മുടെ കുട്ടികളെ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ളൊരു സിനിമയാണ് ഈ സിനിമ. അല്ല, എപ്പോഴും നമ്മളെ കുടുംബത്തിൽ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ദോഷം വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസ് കുടുംബം വന്നതുകൊണ്ടും കൂടെയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, നമ്മുടെ പ്രശ്നങ്ങൾ ആരുമായിട്ടും ചർച്ച ചെയ്യുന്നില്ല. ഇത് ചർച്ച ചെയ്യാത്തിടത്തോളം ഭർത്താവും ഭാര്യയും, അല്ലെങ്കിൽ അച്ഛനും മകനും, മകളും അമ്മയും ഒക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് വളരുന്നതേ ഉള്ളൂ. അത് ന്യൂട്രലൈസ് ആവുന്നില്ല, അതിനൊരു കോംപ്രമൈസ് സൊല്യൂഷൻസ് ഇല്ല. അതിനൊക്കെ മൂന്നാമതൊരാൾ വരണം. അപ്പോൾ ആ മൂന്നാമതൊരാളിനെ ബോധപൂർവം കണ്ടെത്തണം. നമ്മളെ കൗൺസിലിംഗാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്നദ്ധനാകണം. നമ്മളെ ഏറ്റവും വലിയൊരു ദുരഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിങ് നമ്മൾ വേണേൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഈ ചിന്തയാണ് വരുന്നത്. നമ്മളൊന്നും എല്ലാം ശിശുക്കളാണ്. നമ്മൾ ഇത്രയും കഴിഞ്ഞാലും നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു തരാനുണ്ട് നമുക്ക്. എന്നാൽ മാത്രമേ നമ്മളിതെല്ലാം സക്സസ് ആവത്തുള്ളൂ. സക്സസ്ഫുള്ളായിട്ടുള്ള ലൈൻ, നമ്മളൊരു ചെറിയൊരാൾ, ഇതിനകത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഏറ്റവും വലിയൊരു ഒരു ഡോക്ടറിനെ ഉപദേശിക്കുകയും പല സന്ദർഭങ്ങളിലും ഞാൻ ഇയാളുടെ ചോദിക്കുന്നുണ്ട്, എടാ ഇതൊന്നും ഞാൻ ചിന്തിച്ചില്ലല്ലോ, നീ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെയാണോ? കാര്യം ആരാണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, ആരാണ് ജീവിതം കൂടുതൽ പഠിച്ചിട്ടുള്ളത്, ആരാണ് അനുഭവിച്ചിട്ടുള്ളത്, ആ വഴി സഞ്ചരിച്ചിട്ടുള്ളത് നമുക്കറിഞ്ഞൂടാ. നമ്മൾ ഒരു വഴിയെ സഞ്ചരിച്ച് കാണത്തുള്ളൂ. 100 വഴി സഞ്ചരിച്ചിട്ടുള്ള സാധാരണക്കാരൻ്റെയിലും ആയിരിക്കും ഏറ്റവും വലിയ ഉപദേശം നമുക്ക് കിട്ടുന്നത്. അത് സ്വീകരിക്കാനുള്ള മഹാമനസ്കതയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഒരു ക്രൈസാണത്. ഇപ്പം ഒരു വേദി കിട്ടി. അപ്പം നമ്മുടെ ഫ്രസ്ട്രേഷൻസ്, നമ്മുടെ ദേഷ്യങ്ങൾ, നമുക്ക് ആകാൻ പറ്റാതിരുന്നത്, ആയവരോടുള്ള ഒരു മനോഭാവം, ഇത് ബോറടിക്കും. ആദ്യം ബോറടിക്കുന്ന മലയാളികൾക്കായിരിക്കും. ഇത് കുറേ നാളായില്ല ഞാൻ ചീത്ത വിളിക്കുന്നത്, എന്തെങ്കിലും ഒരു മെച്ചം എനിക്കുണ്ടായോ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ എനിക്കൊരു വിലയുണ്ടായോ? ഒന്നുമില്ല. ആൾക്കാർ എന്നെ കാണുമ്പോൾ നെറ്റ് വിളിക്കുന്നേ ഉള്ളൂ, അവനാണ് ഫേസ്ബുക്കിൽ ചീത്ത വിളിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നോ ക്രെഡിറ്റ്സ്.
പിന്നീട് സത്യസന്ധമായി പെരുമാറാൻ തുടങ്ങും. നമ്മൾ എല്ലാത്തിനും ഒരു എതിർപ്പ് നമ്മുടെ നാട്ടിലുണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു എതിർപ്പായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ എനിക്ക് പേടിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വളരെ അടുത്തൊരു തോളിൽ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം. ഞാൻ പറഞ്ഞു അല്ല തോളിൽ കൂടെ നിന്നാലേ എനിക്ക് ഞാൻ എത്രയോ കൊല്ലമായിട്ട്. അപ്പം ആ കുട്ടിയുടെ അച്ഛനും പറഞ്ഞു അവൻ്റെ ഒരു ആഗ്രഹമല്ലേന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തോളിൽ കൂടെ കൈയിട്ടുകൊണ്ടൊരു ഫോട്ടോ എടുത്തു. എനിക്കറിയാം ഇത്, അവർക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് ഫേസ്ബുക്കിനകത്തിട്ട് ഭയങ്കര ക്രെഡിറ്റായിട്ട് വേണം. മുകേഷ് എൻ്റെ തോളിൽ കൂടെ കൈയിട്ട് അടുത്ത ആളൊന്ന് ഷെയർ ചെയ്ത്. പിന്നെ മരിച്ചുപോയ എൻ്റെ അച്ഛനെ ഉൾപ്പെടെ ചീത്ത വിളിക്കുകയാണ് ജനം. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലയോടാ കയ്യിൽ തോളിൽ കൂടെ കൈയിടാൻ, ഇയാളെ കിട്ടിയുള്ളൂടാ, ഇയാൾ അത് അങ്ങനെയാടാ ഇങ്ങനെ. ഇതിൻ്റെ ആവശ്യമുണ്ടാണ് എനിക്ക്? സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കട്ടിലിൽ മലന്ന് കിടന്നിട്ട് ഇങ്ങനെ അവന് നല്ല രണ്ടം കൊടുത്തു. ഇത് മാറിയേ പറ്റൂ. ഇതിപ്പോൾ ഇപ്പോഴത്തെ ഉള്ള ഒരു വ്യഗ്രതയാണ്. എല്ലാവരും ചീത്ത വിളിക്കുക, അതിലൂടെ സാഹചര്യം. പക്ഷേ അതൊക്കെ ബോറടിച്ച് ഒരു മാസങ്ങൾക്കുള്ളിൽ തന്നെ മലയാളി പഴയ മലയാളിയായിട്ട് എല്ലാവരും മാനിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന മലയാളികളായിട്ട് തിരിച്ചു വരും. തുടക്കത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ഒരു വിശ്വാസ്യത ഇപ്പോൾ ഈ ഫേസ്ബുക്ക് കമൻസിനില്ല. ഒരു സിനിമ കണ്ട് ഇത് ഫേസ്ബുക്കിനകത്തൊക്കെ വളരെ മോശമാണല്ലോ വന്നത് എന്ന് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു 1-2 കൊല്ലമായിട്ട്. ഇപ്പം ഒരു 6 മാസമായിട്ട് അതൊക്കെ അവരുടെ ആളുടെ ഇയാളുടെ എതിരാളുടെ എന്ന് പറയാനുള്ള വകതിരിവെങ്കിലും ആയിക്കഴിഞ്ഞു. അപ്പം അടുത്ത 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഇത് നിശേഷം വിശ്വസിക്കാതാവും. കാര്യം ഞാൻ കണ്ടു നോക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ അഭിപ്രായം കേൾക്കട്ടെ. ഫേസ്ബുക്കിൽ ഞാൻ വിശ്വസിക്കില്ല. കാര്യം അവിടെയും പൊളിറ്റിക്സ് തുടങ്ങിക്കഴിഞ്ഞു. ഒരു പടം റിലീസാവുന്നതിന് മുമ്പ് ഒരു ദിവസം താമസിച്ചാണ് റിലീസായത്. എന്തോ പ്രിൻറ്റിൻ്റെ ഏതാണ്ടപ്പോൾ ഇത് അറിഞ്ഞുകൂടാതെ അന്ന് വൈകുന്നേരം തന്നെ മഹാബോർ കൂവല് ബഹളം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ റിലീസായിട്ടില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു ചെറിയ കാര്യമാണ്. ജനം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. അതങ്ങനെ റിലീസാവാതെ ഇവന്മാർ എഴുതി. അപ്പോൾ ഇതിനകത്ത് എന്തോ അയാളുടെ ആൾക്കാർ, ഇയാളുടെ ആൾക്കാർ, മറ്റേ സ്റ്റാറിൻ്റെ ആൾക്കാർ, ഈ ജാതിയുടെ ആൾക്കാർ, ഈ മലബാറിൻ്റെ ആൾക്കാർ, തിരുവിതാംകൂറിൻ്റെ ആൾക്കാർ, ഇങ്ങനെ വിഭജിച്ച് ഇങ്ങനെ കിടക്കുമല്ലയോ. അപ്പം നമ്മൾ ഇതിനകത്ത് വിശ്വസിക്കാൻ പാടില്ല. അതിപ്പോൾ ഏതാനും മാസങ്ങൾക്കകം ജെന്യുവിനായിട്ട് കാര്യകാരണ സഹിതമായി നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന ഒരു കാലം വന്നു കഴിയും.